ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ദൈവപ്രവർത്തിക്കായി അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വൈകിയ സമയത്ത് ഒരു പ്രാവശ്യം കൂടെ ദൈവപാദപീഠത്തിൽ കടന്നു വരുവാൻ, ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവം നൽകി തന്ന നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇപ്രകാരം ഈ പേജിലൂടെ കടന്നു വരുവാൻ, ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന നല്ല അവസരങ്ങൾക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. അവസരമൊരുക്കി തന്ന കർത്തൃദാസിയോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്തൃദാസിക്ക് ഒരു പുതുവർഷം കൂടെ ദൈവം ദാനമായി നൽകിയപ്പോൾ ഈ പുതുവർഷത്തിൽ വേണ്ടുന്ന എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ദൈവം നൽകി മാനിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, മനോഹരമായ നല്ല വൈകിയ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, അങ്ങയുടെ പാദപീഠത്തിൽ കടന്നു വരുവാൻ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ സ്വർഗമേ അങ്ങ് തന്ന നല്ല അവസരങ്ങൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, ഈ വൈകിയ സമയം കാണുവാൻ കഴിയാത്തവണ്ണം അനേകർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ സ്വർഗമേ അങ്ങ് തന്ന എല്ലാ അവസരത്തിനായി സ്തുതിക്കുന്നു. അടിയങ്ങളെ സൂക്ഷിച്ചു പരിപാലിച്ചതിനായി സ്തുതിക്കുന്ന കർത്താവെ, ഈ റോസ് ഫാമിലി പേജിനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ പേജിലൂടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹിക്കപ്പെടുന്ന കർത്തൃദാസിയെ കുടുംബത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന, കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ അഡ്മിൻസിനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന വലിയ അനുഗ്രഹത്തിന് കാരണമാകണമേ. കർത്തൃദാസിക്ക് ഒരു വർഷം കൂടെ ദാനമായി കൊടുത്തപ്പോൾ ഈ വർഷം വലിയ അനുഗ്രഹത്തിനും കാരണമായി തീരണം കർത്താവെ. ശാരീരികമായ, മാനസികമായ, ആത്മീയമായ, ഭൗതികമായ എല്ലാ മേഖലകളും അനുഗ്രഹം പ്രാപിപ്പാൻ പെരുമാറാക്കണമേ. അടിയനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങയുടെ വചനം സംസാരിപ്പാനൊക്കെ നൽകണം. കേൾക്കുന്ന ഓരോ മക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളെ മാറ്റണം. വലിയ ദൈവപ്രവൃത്തി കാരണമായി തീരണം. തിരുനാമ മഹത്വം എടുക്കണം. പ്രാർത്ഥനയിട്ടിരിക്കാതെ സ്തുതിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല വൈകിയ സമയത്ത് ദൈവവചനവുമായി കടന്നു വരുവാൻ, സ്വർഗത്തിലെ റോസ് ഫാമിലിയിൽ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. അവസരമൊരുക്കി തന്ന കർത്തൃദാസിയോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അനർത്ഥങ്ങളെ കൊണ്ടും ആപത്തുകളെ കൊണ്ടും നിറഞ്ഞ ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഹല്ലേലൂയ ഇവിടം വരെ നമുക്ക് എത്തിച്ചേരുവാൻ കഴിഞ്ഞത്. ഹല്ലേലൂയ. എവിടെ നോക്കിയാലും പ്രശ്നങ്ങൾ, എവിടെ നോക്കിയാലും അനർത്ഥം, ഹല്ലേലൂയ എവിടെ നോക്കിയാലും സമാധാനമില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ സമാധാനം തരുന്ന ഏക വ്യക്തിയാണ് യേശു കർത്താവ്. സമാധാന പ്രഭുവാണ്. അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭുവായി നമ്മോട് കൂടെ ഇരിക്കുന്ന ആ കർത്താവ് നമ്മോടൊപ്പം ഉള്ളപ്പോൾ ഹല്ലേലൂയ എന്തെല്ലാം പ്രശ്നങ്ങൾ കടന്നു വന്നാൽ, എന്തെല്ലാം ഭാരങ്ങൾ കടന്നു വന്നാൽ, എന്തെല്ലാം ഹല്ലേലൂയ കഷ്ടങ്ങൾ കടന്നു വന്നാൽ സമാധാന പ്രഭു കൂടെയുണ്ടോ? ഒരു ദൈവ പൈതലിന് അവൻ സമാധാനം നൽകി വഴി നടത്തുന്നവനാണ്. സ്തോത്രം. ഹല്ലേലൂയ. ലോക സംഭവങ്ങൾ നോക്കുമ്പോൾ ഹല്ലേലൂയ സന്തോഷിപ്പാനോ സമാധാനത്തോടെ ആയിരിക്കാനോ വകയില്ല. എന്നാൽ ഹല്ലേലൂയ സമാധാനം തരുന്ന ഏക വ്യക്തിയാണ് യേശു കർത്താവ്. ഹല്ലേലൂയ. യേശു കർത്താവിനോട് കൂടെ ആയിരിക്കുന്ന ഒരു വ്യക്തിയാണോ ഹല്ലേലൂയ യേശു കർത്താവുള്ള സമാധാനത്താൽ നിറഞ്ഞുകൊണ്ട് ഈ ലോകത്തിലായിരിക്കുന്നു. ഹല്ലേലൂയ പ്രകാരം നമുക്ക് ഹല്ലേലൂയ യേശു കർത്താവിനെ മുൻപിൽ വെച്ചുകൊണ്ട് ഹല്ലേലൂയ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശു കർത്താവാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ കർത്താവിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് നാം യാത്ര ചെയ്യുന്നു, പരാജയപ്പെടുകയില്ല. സാഹചര്യങ്ങൾ മാറിമറിഞ്ഞാലും ഹല്ലേലൂയ സമാധാനം നൽകിക്കൊണ്ട് ഹല്ലേലൂയ സമാധാന പ്രഭുവായി നമ്മോടൊപ്പമായിരിക്കും. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. സ്തോത്രം. ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. യോബിൻ്റെ പുസ്തകം 14 അധ്യായം. യോബിൻ്റെ പുസ്തകം 14 അധ്യായം 7, 8, 9 ഈ വാക്യങ്ങൾ വായിക്കാം. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്. അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും. അത് ഇളം കൊമ്പുകൾ വിടരാതെ ഇരിക്കയില്ല. അതിൻ്റെ വേർ നിലത്ത് പഴകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും. ഒരു തൈ പോലെ തളിർ വിടും. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഇയ്യോബിനെ പറ്റി നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഹല്ലേലൂയ. യോബിന് ഹല്ലേലൂയ ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ യോബ് യാത്ര ചെയ്യുമ്പോൾ ഹല്ലേലൂയ ഒരു ദിവസം യോബിനെയും യോബിനുള്ള സകലത്തെയും ഹല്ലേലൂയ ദൈവം വേലി കെട്ടി സൂക്ഷിച്ചു. ദൈവത്തിൻ്റെ വേലിക്കകത്ത് യോബായിരുന്നതിനാൽ യോബിന് ഒന്നിനും കുറവില്ലാതെ ആ ദേശത്ത് മാന്യമായി ജീവിക്കുന്ന ഒരവസ്ഥയിൽ യോബിനെ മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. കാരണം യോബിനോടുകൂടെ ദൈവമുണ്ടായിരുന്നു. യോബിനെ സൂക്ഷിക്കുന്നവൻ ദൈവമായിരുന്നു. ഹല്ലേലൂയ. യോബിനെയും യോബിൻ്റെ കുടുംബത്തെയും പരിപാലിക്കുന്നത് ദൈവമായിരുന്നതിനാൽ ദൈവത്തിൻ്റെ ആ സംരക്ഷണയ്ക്കകത്തായിരുന്നു യോബ്. ഒരു ദിവസം ഹല്ലേലൂയ സാത്താൻ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് യോബിന് വേണ്ടി വാദിക്കുകയാണ്. യോബിനെ വേലികെട്ടി സൂക്ഷിച്ചിരിക്കുന്നത് കൊണ്ടാണ് യോബ് ദൈവത്തെ ത്യജിച്ചു കളയാതെ ഹല്ലേലൂയ ഇപ്പോഴും ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത്. സാത്താൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ ഏത് കാലത്തും ഹല്ലേലൂയ ദൈവത്തെ ത്യജിച്ചു കളയണം എന്നുള്ളതാണ്. ദൈവത്തെ ആരാധിക്കുന്നവർ ദൈവത്തെ ആരാധിക്കരുത്, പിന്മാറ്റക്കാരായി പോകണം. ഹല്ലേലൂയ. ദൈവത്തിനോട് മുന്നോട്ട് നിൽക്കരുത്. ഇതാണ് ശത്രുവിൻ്റെ പദ്ധതികൾ. ശത്രുവിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുക. ദൈവത്തിൽ നിന്നൊരു വ്യക്തിയെ അകറ്റിക്കളഞ്ഞു കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഹല്ലേലൂയ ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ നന്മകൾക്കെല്ലാം നഷ്ടങ്ങൾ സംഭവിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് ഒരു വ്യക്തി അകന്നു പോകുന്നുവോ ഹല്ലേലൂയ അവൻ്റെ സമാധാനം ഇല്ലാതെയായിത്തീരുന്നു. അവൻ കഷ്ടങ്ങളിലൂടെ സങ്കടങ്ങളിലൂടെ വേദനകളിലൂടെ പരാജയത്തിലൂടെ കടന്നു പോകേണ്ടതായ അനുഭവങ്ങൾ കടന്നു വരുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ പ്രിയമുള്ളവരെ ദൈവത്തിൽ നകന്നു പോകാതെ വണ്ണം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരായി തീരണം. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണോ ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ സുരക്ഷ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ആ വ്യക്തിയെ ആർക്കും ഒന്നും ശത്രുവിനോ മനുഷ്യ ശക്തികൾക്കോ പൈശാചിക ശക്തികൾക്കോ ഹല്ലേലൂയ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. ദൈവിക സുരക്ഷയ്ക്കകത്ത് ആയിരിക്കുന്ന വ്യക്തിയാണോ ആ വ്യക്തിയെ സംരക്ഷിക്കുന്ന ദൈവമാകിയാൽ ആ വ്യക്തിയിൽ ഹല്ലേലൂയ മറ്റാർക്കും അധികാരമില്ല. സ്തോത്രം. യോബ് ദൈവിക സംരക്ഷണ അകത്ത് ആയിരുന്നതിനാൽ ഹല്ലേലൂയ ശത്രു പറയുകയാണ് നീ വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് യോബിൻ്റെ അകത്തേക്ക് കടന്നു ചെല്ലുവാൻ കഴിയുന്നില്ല, യോബിനോടൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം വേലി കെട്ടിയിരിക്കുന്നുവോ ആ വേലിക്കകത്താണോ ദൈവത്തിൻ്റെ സംരക്ഷണമുണ്ട്. ദൈവത്തിൻ്റെ സംരക്ഷണമുള്ളിടത്ത് ഹല്ലേലൂയ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, അനുഗ്രഹമുണ്ട്, നന്മകളുണ്ട്, വിടുതലുണ്ട്. ഹല്ലേലൂയ. സകലതും ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ സംരക്ഷണയിലാണോ ആയിരിക്കുന്നത് അവിടെ ദൈവികമാകുന്ന അനുഗ്രഹങ്ങൾ വെളിപ്പെട്ടു വരുന്നു. ഹല്ലേലൂയ. ആ ഹല്ലേലൂയ ദൈവത്തിൻ്റെ സംരക്ഷണം പൊട്ടിച്ചു കളയുമ്പോഴാണ് ഹല്ലേലൂയ നാം സ്വയമായി ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഹല്ലേലൂയ ആ ഹല്ലേലൂയ ദൈവിക അനുഗ്രഹങ്ങൾ അവിടെ നമുക്ക് നഷ്ടമാകുകയാണ്. പിശാചിനാൽ ആ സംരക്ഷണം പൊട്ടുമ്പോൾ പിശാച് അവിടെ പ്രവർത്തിക്കുവാനിടയായി തീരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ നാം ഈ ദിവസങ്ങൾ ദൈവിക സംരക്ഷണത്തിൻ്റെ അകത്ത് ആയിത്തീരണം. ഹല്ലേലൂയ. ദൈവിക സംരക്ഷണത്തിൻ്റെ അകത്താകുമ്പോൾ ആരോഗ്യമുണ്ട്, ആയുസ്സുണ്ട്, ബലമുണ്ട്, സൗഖ്യമുണ്ട്, സമാധാനമുണ്ട്, സകലതും ദൈവിക സംരക്ഷണത്തിൻ്റെ അകത്തുണ്ട്. ആരാണ് കൂടെ ഇരിക്കുന്നത്? ദൈവമാണ് കൂടെ ഇരിക്കുന്നത്. സംരക്ഷിക്കുന്നവൻ ആരാണ്? ദൈവമാണ് സംരക്ഷിക്കുന്നത്. ദൈവം കൂടെ ഇരിക്കുമ്പോൾ മനുഷ്യർ കൂടെ ഇരിക്കുന്നത് പോലെ അല്ല. സ്തോത്രം. ദൈവം സംരക്ഷിക്കുമ്പോൾ മനുഷ്യർ സംരക്ഷിക്കുന്നത് പോലെ അല്ല ദൈവിക സംരക്ഷണം. അതിനാൽ ഈ ദിവസങ്ങളിൽ നാം ദൈവിക സംരക്ഷണത്തിൻ്റെ അകത്ത് നിൽക്കുകയാണെങ്കിൽ ഹല്ലേലൂയ വലിയതായ നന്മകളെ പ്രാപിപ്പാൻ, സ്വർഗീയമായ നന്മകളെ പ്രാപിപ്പാൻ ഇടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ അതുകൊണ്ടാണ് ഹല്ലേലൂയ യോബിന് നേരെ ശത്രു പ്രവർത്തിച്ചപ്പോൾ ഹല്ലേലൂയ യോബിൻ്റെ സകലത്തെയും നഷ്ടമാക്കി കളഞ്ഞു. ശത്രു ഹല്ലേലൂയ അതിന് അവസരം ദൈവം കൊടുത്തപ്പോൾ യോബിൻ്റെ സകലത്തെയും നഷ്ടമാക്കി കളഞ്ഞപ്പോൾ ഹല്ലേലൂയ 14-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത് ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്,
അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളർക്കും, അത് ഇളം കൊമ്പുകൾ വിടരാതെ ഇരിക്കയില്ല. ഹല്ലേലൂയ. ഒരു വൃക്ഷമാണോ? സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ ഭവനങ്ങളിലൊക്കെയും നമ്മൾ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നവരാണ്. അതിനെ വെട്ടിക്കളഞ്ഞാൽ നാം നോക്കുമ്പോൾ ഹല്ലേലൂയ അല്പ ദിവസത്തിന് ശേഷം ഒരു കമ്പാണോ വെട്ടിയത്, ആ വെട്ടിയ കൊമ്പിൽ നിന്ന് അനവധി കൊമ്പുകൾ പൊട്ടിക്കിളിർക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോബ് ഇവിടെ പറയുന്നത്, ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. ഒരു കൊമ്പ് വെട്ടിക്കളഞ്ഞാൽ, ഒരു വൃക്ഷത്തെ വെട്ടിക്കളഞ്ഞാൽ അതിൽ നിന്ന് ചുറ്റും പൊട്ടിക്കിളിക്കും എന്നൊരു പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അത് ഇളം കൊമ്പുകൾ വിടരാതെ ഇരിക്കയില്ല. അതിൻ്റെ വേര്, ആ വൃക്ഷത്തിൻ്റെ വേര് നിലത്ത് പഴകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും, ഒരു തൈ പോലെ തളിർവിടും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ വെട്ടിക്കളഞ്ഞിട്ട് വേര് നിലത്ത് പഴകിയാലും കുറ്റി മണ്ണിൽ കെട്ടുപോയാലും പുറത്ത് കാണുവാനില്ല, എല്ലാം നഷ്ടമായി. ഹല്ലേലൂയ. പുറത്ത് കാണുവാൻ ഒന്നുമില്ല എങ്കിലും ഭൂമിക്കടിയിൽ വേരുണ്ട്. അത് വെള്ളത്തിൻ്റെ ഗന്ധം, വെള്ളം അല്പമായി ആ വേരിലേക്ക് പതിയുവാനിടയാകുമ്പോൾ കാണുവാൻ ഒന്നുമില്ല, പഴകിപ്പോയതാണ്, കെട്ടുപോയ അവസ്ഥയാണെങ്കിൽ പോലും പൊട്ടിക്കിളിർക്കുന്നതായ വേരിൽ നിന്ന് പൊട്ടിക്കിളിർക്കുന്നതായ ഒരവസ്ഥ ഉണ്ടാകും. ഓരോ വിശ്വാസിയുടെ ജീവിതവും ഇപ്രകാരമാണ്. സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും ഹല്ലേലൂയ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന അവസ്ഥ, ശത്രു പ്രവർത്തിക്കുന്ന അവസ്ഥ. ഹല്ലേലൂയ. ഇനി മുന്നോട്ട് പോകുവാൻ സാഹചര്യമില്ല. ഹല്ലേലൂയ. മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. എല്ലാം ഇവിടം കൊണ്ട് തീരുന്നു, അവസാനിക്കുന്നു, പ്രതീക്ഷകളൊക്കെയും നഷ്ടപ്പെടുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരുന്നു. ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ പ്രവർത്തിക്കുമ്പോൾ, ദൈവം ആ വ്യക്തിയിൽ പ്രവർത്തിക്കുമ്പോൾ ഹല്ലേലൂയ എവിടെ പ്രതീക്ഷ അറ്റുപോയോ, ഹല്ലേലൂയ ദൈവത്തിൽ വിശ്വസിക്കുവാൻ തയ്യാറാകുമ്പോൾ അറ്റുപോയ പ്രതീക്ഷകളൊക്കെ ഹല്ലേലൂയ പിന്നെ രണ്ടാമതായി അത് കിളിർക്കുവാൻ തുടങ്ങുന്നു. ഹല്ലേലൂയ. പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ, പ്രതീക്ഷകൾ അറ്റുപോയി എന്ന് വിചാരിക്കുന്ന മേഖലകൾ ഹല്ലേലൂയ പ്രവർത്തിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങൾ എവിടെയെങ്കിലും ഹല്ലേലൂയ നമുക്ക് തോന്നുന്നു ഇനി എനിക്ക് പ്രത്യാശയ്ക്ക് വകയില്ല, ഹല്ലേലൂയ എനിക്ക് പ്രതീക്ഷിക്കുവാൻ ഒന്നുമില്ല, സാഹചര്യങ്ങളില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണോ? ഹല്ലേലൂയ. ദൈവാത്മാവ് പറയുന്നത്, ദൈവവചനം പറയുന്നത് ഹല്ലേലൂയ വൃക്ഷത്തിന് ഹല്ലേലൂയ പൊട്ടിക്കിളിക്കുവാൻ സാഹചര്യമുണ്ടെങ്കിൽ, വെള്ളം ആ വൃക്ഷത്തിൻ്റെ വേരിൽ പെടുമ്പോൾ ഹല്ലേലൂയ അത് പൊട്ടിക്കിളിക്കുന്നുവെങ്കിൽ ഒരു പൊട്ടിക്കിളിർപ്പിനുള്ള അവസരമുണ്ട്. സ്തോത്രം. പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നിന്ന് ദൈവം ഒന്ന് ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. പ്രതീക്ഷിക്കാത്തടത്തു നിന്ന് ഒരു പൊട്ടിക്കിളിർപ്പ്, ഒരു തളിർക്കുന്നതായ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നാം വിശ്വസിക്കുവാൻ തയ്യാറാകണം. പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് ശത്രു വിധി എഴുതുമ്പോൾ ഹല്ലേലൂയ ദൈവം പറയുന്നത്, നീ പ്രത്യാശ വയ്ക്കുക, പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിക്കുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. സ്തോത്രം. വാഗ്ദത്തം ചെയ്ത കർത്താവാണ്. ആ കർത്താവ് വിശ്വസ്തനാണ്. ഈ ദിവസങ്ങൾ വിശ്വസ്തനായ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഒന്ന് സമർപ്പിക്കുവാൻ തയ്യാറാകുമ്പോൾ ഹല്ലേലൂയ പ്രത്യാശയ്ക്ക് വകയില്ലാത്ത സാഹചര്യങ്ങളാണെങ്കിൽ പോലും ഹല്ലേലൂയ കുറ്റി മണ്ണിൽ കെട്ടുപോയാൽ പോലും, പുറമെ കാണുവാനില്ലാത്ത സാഹചര്യമായാൽ പോലും ഹല്ലേലൂയ വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും, ഒരു തൈ പോലെ തളിർ വീടും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. വെള്ളത്തിൻ്റെ ഗന്ധമടിക്കുമ്പോൾ, വെള്ളം മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്ന വേരിലേക്ക് വെള്ളം കടന്നു ചെല്ലുമ്പോൾ ഹല്ലേലൂയ ആ വേര് ഹല്ലേലൂയ കിളിർക്കുവാനിടയായി തീരും. ഒരു വിശ്വാസിയുടെ ജീവിതവും ഇപ്രകാരമാണ്. സ്തോത്രം. ഹല്ലേലൂയ. പുറമേ മറ്റുള്ളവർ വിധി എഴുതും കെട്ടുപോയിരിക്കാമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ഇനി ഹല്ലേലൂയ ആശയ്ക്ക് വകയില്ല എന്ന സാഹചര്യങ്ങളെ നോക്കി വിധി എഴുതുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, വിധി എഴുതുന്നവരുടെ മുൻപിൽ ഹല്ലേലൂയ വിധി എഴുതുന്നവരുടെ മുൻപിൽ, വിധി പറയുന്നവരുടെ മുൻപിൽ, മുൻവിധികൾ പറയുന്നവരുടെ മുൻപിൽ തന്നെ സ്തോത്രം
തളിർക്കത്തക്ക നിലയിൽ, ഒന്ന് പൊട്ടി കിളിർക്കത്തക്ക നിലയിൽ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടും. വിശ്വസിക്കുവാൻ തയ്യാറാകുമോ? ഇന്നത്തെ ജീവിത സാഹചര്യം എങ്ങനെയാണ്? ഹല്ലേലൂയ. എന്നാൽ ഈ സാഹചര്യങ്ങളപ്പുറമായി പ്രവർത്തിപ്പാൻ കഴിവുള്ള സർവശക്തനായ ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവത്തിനെ സഹായിപ്പാൻ കഴിയാത്തതായ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിൻ്റെ 22 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 42 അധ്യായം 22 വാക്യത്തിൽ പറയുന്നത്, യോസേപ്പ് ഫലപ്രദമായൊരു വൃക്ഷം, നീരിറവൻ അരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ, അതിൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു, വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവർ എഴുതു, അവനോട് പൊരുതു. സ്തോത്രം. ഹല്ലേലൂയ. യോസേപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ 49 അധ്യായത്തിൽ യാക്കോബ്, തൻ്റെ പിതാവായ യാക്കോബ് മരിക്കുന്നതിന് മുൻപിട്ട് മക്കളെ എല്ലാം വിളിച്ച് അനുഗ്രഹിക്കുമ്പോൾ യോസേപ്പിനെ അനുഗ്രഹിച്ചു പറയുന്ന വാക്കുകളാണ് നാം കേൾക്കുവാനിടയായിത്തീർന്നത്. എന്ത്? യോസേപ്പ് ഫലപ്രദമായൊരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ, അതിൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു, വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവർ എഴുതു, അവനോട് പൊരുതു. സ്തോത്രം. ഹല്ലേലൂയ. യോസേപ്പിനെ പറ്റി നോക്കുമ്പോൾ ഹല്ലേലൂയ, യോസേപ്പ് ഹല്ലേലൂയ 37 അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഇപ്രകാരമാണ് കാണുവാൻ കഴിയുന്നത്. 37 അധ്യായത്തിൻ്റെ 4 വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, അപ്പൻ തങ്ങളെ എല്ലാവരേക്കാളും അവനെ അധികം സ്നേഹിക്കുന്നു എന്ന് അവൻ്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ചു, അവനോട് സമാധാനമായി സംസാരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. യോസേപ്പിനെ തൻ്റെ സഹോദരന്മാരെക്കാൾ അധികമായി സ്നേഹിക്കുന്ന ഒരു പിതാവ്. സ്തോത്രം. ഹല്ലേലൂയ. പിതാവ് ഹല്ലേലൂയ എല്ലാവരേക്കാളും ഉപരിയായി യോസേപ്പിനെ സ്നേഹിച്ചപ്പോൾ തൻ്റെ സഹോദരന്മാർക്ക് അത് അസൂയ തോന്നുവാനിടയായി തീർന്നു. ആ യോസേപ്പിനെ കണ്ടിട്ട് പകച്ചു. ഹല്ലേലൂയ. സ്വന്തം സഹോദരന്മാർ പകയ്ക്കുന്നതായ ഒരു അനുഭവമാണ് ഹല്ലേലൂയ യോസേപ്പിൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. സ്തോത്രം. ഹല്ലേലൂയ. പകച്ചു. അവനോട് സമാധാനമായി അവർക്ക് സംസാരിപ്പാൻ കഴിഞ്ഞില്ല. സ്വന്തം സഹോദരന്മാരാണ്. ഹല്ലേലൂയ. അപ്പൻ സ്നേഹിക്കുന്നു, എല്ലാവരെക്കാളും സ്നേഹിക്കുന്നു എന്ന ഒരു കാരണത്താൽ സഹോദരന്മാർക്ക് പകയാണുണ്ടായത്, വെറുപ്പാണുണ്ടായത്, കയ്പിൻ്റെ അനുഭവം. അവർക്ക് യോസേപ്പിനോട് സമാധാനത്തോടെ സന്തോഷത്തോടെ സംസാരിപ്പാൻ കഴിഞ്ഞില്ല. കാരണം ഹല്ലേലൂയ അപ്പൻ സ്നേഹിക്കുന്നത് കൊണ്ട്. സ്തോത്രം. ഇന്നത്തെ സാഹചര്യം ഇത് ഇപ്രകാരം തന്നെയാണ്. സ്വർഗീയ പിതാവ് നമ്മെ സ്നേഹിക്കുന്നതിനാൽ, സ്വർഗീയ പിതാവിനാലുള്ള നന്മകളും അനുഗ്രഹങ്ങളും നാം പ്രാപിക്കുന്നതിനാൽ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിനാൽ പലർക്കും ഹല്ലേലൂയ പകയുണ്ടാകാം. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങളെ കാണുമ്പോൾ, ആത്മീയ അനുഗ്രഹങ്ങൾ, ഭൗതിക അനുഗ്രഹങ്ങൾ, എല്ലാ മേഖലകളിലും അനുഗ്രഹങ്ങൾ കാണുമ്പോൾ പലർക്കും സമാധാനത്തോട് സംസാരിപ്പാൻ കഴിയാത്ത അവസ്ഥകളൊക്കെയും ഇന്നും ജീവിതത്തെ സാഹചര്യങ്ങളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൻ എവിടെ സ്നേഹിക്കുന്നുവോ ഹല്ലേലൂയ അവിടെ ഹല്ലേലൂയ ചിലർക്ക് പകയാണുണ്ടാകുന്നത്. അപ്പൻ എവിടെ സ്നേഹിക്കുന്നുവോ അവിടെ ചിലർക്ക് സമാധാനത്തോടെ സംസാരിപ്പാൻ കഴിയാതെ വണ്ണം ഹല്ലേലൂയ ബുദ്ധിമുട്ടുണ്ടാകുന്ന അനുഭവങ്ങളാണ്, ഹല്ലേലൂയ സാഹചര്യങ്ങളാണ് ഇന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണോ അപ്പനിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കും. സ്തോത്രം. അപ്പനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണോ അപ്പൻ്റെ സർവ്വ നന്മകൾക്കും സകലത്തിനും അവകാശിയായി തീരും. അപ്പനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തി മക്കളാണോ ഹല്ലേലൂയ അപ്പനെ വെറുപ്പിക്കാതെ അപ്പനെ സ്നേഹിക്കുന്ന വ്യക്തിയാണോ ആ വ്യക്തി അപ്പൻ്റെ അധികാരിയായി തീരും. ഹല്ലേലൂയ. അപ്പൻ എന്തൊക്കെ ഉണ്ടോ ആ സകലത്തിനും അധികാരിയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ മക്കളെങ്കിലോ അവകാശികളാകുന്നു. ഹല്ലേലൂയ. ആർ ദൈവത്തെ സ്നേഹിക്കുവാൻ തയ്യാറാകുന്നു അവരെ മക്കളാക്കുന്ന ഒരു അധികാരത്തിലേക്ക് കൊണ്ടുവരുവാനിടയായി തീരും. അപ്പനെ സ്നേഹിക്കുന്നവർക്ക് ഹല്ലേലൂയ അപ്പൻ സമ്മാനങ്ങളെ നൽകുന്നു. സ്തോത്രം. അപ്പൻ സ്നേഹിക്കുന്നവർക്ക് അപ്പൻ സമ്മാനങ്ങളെ നൽകുന്നു. അതാണ് ഇവിടെ യോസേപ്പിനെ പറ്റി പറയുമ്പോൾ
സഹോദരന്മാരെക്കാൾ അധികമായി അപ്പൻ യോസേപ്പിനെ സ്നേഹിച്ചതുകൊണ്ട് സമ്മാനമായിട്ടൊരു നിലയങ്കി ഉണ്ടാക്കി കൊടുക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാം ചിന്തിക്കണം പ്രിയമുള്ളവരെ, നാമും ദൈവമായുള്ള ബന്ധം എപ്രകാരമാണ്. ഹല്ലേലൂയ. ദൈവത്തോട് ആഴത്തിൽ ഹല്ലേലൂയ ഒരു ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ, ദൈവത്തെ സ്നേഹിക്കുവാൻ, ഹല്ലേലൂയ ആ സ്നേഹബന്ധത്തിലേക്ക് ഹല്ലേലൂയ ഒന്ന് ആഴത്തിലേക്ക് ഇറങ്ങുവാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിൻ്റെ സമ്മാനങ്ങൾ നമ്മളിലേക്ക് പകരപ്പെടുന്ന പരിശുദ്ധാത്മാവിനാലുള്ള അനുഗ്രഹങ്ങൾ, കൃപകൾ, കൃപാവരങ്ങൾ, ഹല്ലേലൂയ ആഴത്തുള്ള ദൈവപ്രവൃത്തി, മറ്റാർക്കുമില്ലാത്ത അനുഗ്രഹങ്ങൾ, മറ്റാർക്കുമില്ലാത്ത ദൈവിക സമാധാനം, മറ്റാർക്കുമില്ലാത്ത ദൈവിക വിടുതൽ, മറ്റാർക്കുമില്ലാത്ത ദൈവിക കരുതൽ, ഹല്ലേലൂയ ഇങ്ങനെ പലതും ഹല്ലേലൂയ ലഭിക്കുവാനിടയായി തീരും. സ്തോത്രം. മറ്റുള്ളവർക്ക്, സഹോദരന്മാർക്ക് ഹല്ലേലൂയ സമാധാനം ഉണ്ടാകുകയില്ല. ഇത് കാണുമ്പോൾ സഹോദരന്മാർ പകച്ചേക്കാൻ, എന്നാൽ സഹോദരന്മാരുടെ പകയെ, സഹോദരന്മാരുടെ ഹല്ലേലൂയ കയ്പിനെ വകവയ്ക്കാതെ അപ്പനെ സ്നേഹിക്കുവാൻ തയ്യാറാകുന്നുവോ അപ്പനുള്ള നന്മകൾ ലഭിക്കാനിടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ ആഴത്തിൽ ഹല്ലേലൂയ അപ്പനോട് ചേർന്ന് നിൽക്കുവാൻ നാം തയ്യാറാകണം. ഹല്ലേലൂയ അപ്പനുള്ള സമ്മാനങ്ങൾ പ്രാപിക്കണമോ അപ്പനെ സ്നേഹിക്കണം, അപ്പൻ നമ്മെയും സ്നേഹിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നാം നോക്കുമ്പോൾ ഹല്ലേലൂയ യോസേപ്പ് ഹല്ലേലൂയ അപ്പനെ സ്നേഹിച്ചിരുന്നതിനാൽ, യോസേപ്പിനെ അപ്പൻ സ്നേഹിച്ചിരുന്നതിനാൽ സഹോദരന്മാർക്ക് പകയുണ്ടായി. സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ ഹല്ലേലൂയ മുന്നോട്ടുള്ള വാക്യങ്ങളിൽ 33, 34 വാക്യങ്ങൾ നമുക്ക് നോക്കുമ്പോൾ ഇപ്രകാരം കാണുവാൻ കഴിയുന്നത്, ഹല്ലേലൂയ യോസേപ്പ് അപ്പൻ്റെ വാക്ക് കേൾക്കുന്ന മകനായിരുന്നു. യോസേപ്പ് അപ്പനെ സ്നേഹിക്കുന്നവനായിരുന്നു. അതിനാൽ ഹല്ലേലൂയ യോസേപ്പിനെ പറ്റി ഹല്ലേലൂയ സഹോദരന്മാർ പകച്ചപ്പോഴും ഈ യോസേപ്പിനറിയാം സഹോദരന്മാർ യോസേപ്പിനെ പകയ്ക്കുന്നു എന്നറിഞ്ഞപ്പോഴും സഹോദരന്മാർ ആടുകളുമായി ഹല്ലേലൂയ വനാന്തരത്തിലേക്ക് പോകുമ്പോൾ സഹോദരന്മാരെ ക്ഷേമം അന്വേഷിക്കുവാനായിട്ട് അപ്പൻ യോസേപ്പിനോട് പറഞ്ഞപ്പോൾ ഒരു തടസ്സം കൂടാതെ സഹോദരന്മാരുടെ അടുക്കിലേക്ക് കടന്നു പോകുകയാണ്. ഹല്ലേലൂയ അപ്പൻ കൊടുത്ത സാധനങ്ങളുമായി ഹല്ലേലൂയ അപ്പൻ്റെ ഹല്ലേലൂയ സഹോദരന്മാരുടെ അടുക്കിലേക്ക് കടന്നു പോകുമ്പോൾ സഹോദരന്മാർ എന്താണ് ചെയ്യുന്നത്? യോസേപ്പിനെതിരായിട്ട്, യോസേപ്പിനെ ഇല്ലായ്മ ചെയ്യുവാൻ, ഹല്ലേലൂയ യോസേപ്പിനെ തകർത്ത് കളയുവാനുള്ള പദ്ധതികൾ, ഗൂഢാലോചനകൾ ചെയ്യുവാനിടയായി തീർന്നു. ഹല്ലേലൂയ പലപ്പോഴും ക്ഷേമം അന്വേഷിക്കുവാനായിട്ട് സഹോദരന്മാരുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ ലഭിക്കുന്നത് ഇതാണ്: എപ്രകാരം തകർത്ത് കളയണം, അപ്പനെ സ്നേഹിക്കുന്നതിനാൽ എപ്രകാരം തകർത്ത് കളയണം. അപ്പൻ്റെ സ്നേഹം ഇവൻ പ്രാപിപ്പാൻ കഴിയരുത്. പൈശാചിക ശക്തികൾ വെല്ലുവിളിക്കുന്ന മേഖലകളാണ്. ദൈവവുമായുള്ള ബന്ധത്തിൽ നിൽക്കുമ്പോൾ, ദൈവത്തോട് സ്നേഹിക്കുമ്പോൾ, ദൈവിക കൽപ്പനകളെ പ്രമാണിക്കുമ്പോൾ, ദൈവിക നന്മകളാൽ നിറയപ്പെടുമ്പോൾ ഹല്ലേലൂയ എങ്ങനെയെങ്കിലും ആ സ്നേഹത്തെ ഇല്ലായ്മ ചെയ്യണം, ആ സ്നേഹത്തെ തകർത്ത് കളയണം. ഹല്ലേലൂയ അതിനു വേണ്ടിയിട്ടുള്ള ഷഡ്യന്ത്രങ്ങൾ, പൈശാചിക മേഖലകൾ ഒരുക്കും. ഈ ദിവസങ്ങളിൽ നാം മനസ്സിലാക്കിക്കോണം അതിനെപ്പറ്റി. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ ദൂരത്ത് നിന്ന് ഹല്ലേലൂയ അപ്പനെ സ്നേഹിച്ചവൻ, ഹല്ലേലൂയ അപ്പൻ സ്നേഹിച്ചവൻ, അപ്പൻ പറഞ്ഞ വാക്കനുസരിച്ചുകൊണ്ട് സഹോദരന്മാരുടെ അടുക്കലേക്ക് ചെന്നപ്പോൾ അവർ ദൂരത്ത് നിന്ന് കണ്ടിട്ട് അവൻ്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. അപ്പനോ ഹല്ലേലൂയ ആ സഹോദരന്മാർക്ക് എന്താണ് തോന്നിയത്? അസൂയാണ് തോന്നിയത്. ഹല്ലേലൂയ അങ്ങനെ അവർ യോസേപ്പ് കടന്നു വരുന്നത് കണ്ടപ്പോൾ ദൂരത്ത് നിന്ന് ഒതുക്കിക്കളയണം, ഇല്ലായ്മ ചെയ്യണമെന്ന് ഹല്ലേലൂയ ചിന്തിക്കുവാനിടയായി തീർന്നു. അവർ യോജന പ്ലാനിങ്ങൾ ഉണ്ടാക്കുവാനിടയായി തീർന്നു. സ്തോത്രം. അടുക്കൽ ചെന്നപ്പോഴോ 33, 32, 33 വാക്യങ്ങൾ ഇപ്രകാരം നോക്കുമ്പോൾ ഹല്ലേലൂയ ആ വാക്യങ്ങൾ ഹല്ലേലൂയ അപ്പനെ വേദനിപ്പിക്കുന്ന ഹല്ലേലൂയ വാർത്തയുമായിട്ടാണ് സഹോദരന്മാർ ചെല്ലുന്നത്. 33-ാം വാക്യത്തിൽ, ഇത് എൻ്റെ മകൻ്റെ അങ്കി തന്നെ, ഒരു ദുഷ്ടമക അവനെ തിന്നുകളഞ്ഞു, യോസേപ്പിനെ പറിച്ച് കീറിപ്പോയി എന്ന് പറഞ്ഞ് യാക്കോബ് വസ്ത്രം കീറി അരയിൽ രട്ടുശീല ചുറ്റി ഏറിയ നാൾ തൻ്റെ മകനെ ചൊല്ലി ദുഃഖിച്ചുകൊണ്ട്
കൊണ്ടിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൻ സന്തോഷിച്ചു കൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ അപ്പൻ സമ്മാനങ്ങൾ കൊടുത്തതിനാൽ ഹല്ലേലൂയ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിച്ച് ചെന്ന യോസേപ്പിനെ ഹല്ലേലൂയ അവർ ഹല്ലേലൂയ പൊട്ടക്കുഴിയിലിടുകയും അതിനുശേഷം ഇസ്മായിൽ മിദ്യാന്യ കച്ചവടക്കാർക്ക് യോസേപ്പിനെ വിറ്റ് കളഞ്ഞതിന് ശേഷം അപ്പൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആ അപ്പൻ സമ്മാനമായി കൊടുത്ത ആ നിലയെങ്കി രക്തത്തിൽ ഹല്ലേലൂയ മുക്കിക്കൊണ്ട് ചെന്നിട്ട് പറയുകയാണ്, ദാ നിന്റെ മകൻ്റെ നിലയെങ്കി ഏതോ ദുഷ്ടമൃഗം അവനെ കൊന്നു കളഞ്ഞു എന്ന്. ഹല്ലേലൂയ. ഒരു മനസാക്ഷിയില്ലാതെ ഇത്രയും കഠിനമായി പ്രവർത്തിക്കുന്ന സഹോദരന്മാർ, സ്തോത്രം. ഹല്ലേലൂയ. അപ്രകാരമുള്ള അവസ്ഥകൾ ഹല്ലേലൂയ ഇന്നും സാഹചര്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഈ അവസ്ഥകളുടെ മധ്യത്തിൽ ദൈവത്തോടുള്ള സ്നേഹത്തിൽ ദൈവമായുള്ള ബന്ധത്തിൽ മുന്നേറുമ്പോൾ ഹല്ലേലൂയ ദൈവം പ്രതിഫലങ്ങളെ തരുവാനിടയായി തീരും. സ്തോത്ര. ഇതേ ഹല്ലേലൂയ 45-ാം അധ്യായത്തിൻ്റെ 26-27 വാക്യങ്ങളിലേക്ക് നമുക്ക് നോക്കുമ്പോൾ ഹല്ലേലൂയ യോസേപ്പ് മരിച്ചുപോയി. ഇനി യോസേപ്പ് മടങ്ങി വരികയില്ല, യോസേപ്പിനെ പറ്റി പ്രതീക്ഷിക്കേണ്ട എന്നുള്ള രീതിയിൽ യാക്കോബ് ദുഃഖിച്ചിരിക്കുമ്പോൾ ഹല്ലേലൂയ ഒരു ദിവസം കേൾക്കുവാൻ കഴിയുന്നത്, സ്തോത്രം, 45-ാം അധ്യായം 26, 27, 28 വാക്യങ്ങൾ. അവനോട് യോസേപ്പ് ജീവനോടെ ഇരിക്കുന്നു, അവൻ മിസ്രയീം ദേശത്തിനൊക്കെയും അധിപതിയാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബ് സ്തംഭിച്ചു പോയി, അവർ പറഞ്ഞത് വിശ്വസിച്ചതുമില്ല. യോസേപ്പ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവർ അവനോട് പറഞ്ഞു. തന്നെ കയറ്റിക്കൊണ്ടു പോകുവാൻ യോസേപ്പ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിനെ വീണ്ടും ചൈതന്യം വന്നു. എൻ്റെ മകൻ യോസേപ്പ് ജീവനോടെ ഇരിക്കുന്നു, ഞാൻ മരിക്കും മുൻപേ അവനെ പോയി കാണുമെന്ന് ഇസ്രായേൽ പറഞ്ഞു. സ്തോത്രം. ഇവിടെ നോക്കുമ്പോൾ ഹല്ലേലൂയ ഒരു കാലത്ത് ഇതേ സഹോദരന്മാർ ഹല്ലേലൂയ അപ്പൻ കൊടുത്ത നിലയെങ്കി രക്തത്തിൽ മുക്കിക്കൊണ്ട് അപ്പൻ്റെ അടുക്കൽ കടന്നു എന്നിട്ട് പറഞ്ഞത്, നിന്റെ മകൻ ഹല്ലേലൂയ കൊല്ലപ്പെട്ടു, ഏതോ ദുഷ്ടമകൻ അവനെ കടിച്ചു കീറി കളഞ്ഞു എന്ന് പറഞ്ഞു. ആ അപ്പൻ ഹല്ലേലൂയ യോസേപ്പിനെ പറ്റി ദുഃഖിച്ച് വിലപിച്ചിരിക്കുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ പിന്നെ യോസേപ്പിനെ വിറ്റ് കളഞ്ഞു. പിന്നെ യോസേപ്പിനെ സംഭവിച്ചത് എന്ത്, എവിടെ, ഒന്നെന്ന് ഈ സഹോദരന്മാർക്ക് അറിയില്ല. ജീവനോട് ഉണ്ടോ ഒന്നൊന്നും അറിയാതെ ഇരിക്കുന്ന സാഹചര്യത്തിൽ മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് കേട്ടപ്പോൾ അവിടെ കപ്പൻ പറഞ്ഞു വിടുകയാണ്. ഹല്ലേലൂയ. അവിടെ യോസേപ്പ് തൻ്റെ സഹോദരന്മാരെ കാണുവാനിടയായി തീർന്നു. അവസാനം ഹല്ലേലൂയ പറയുന്നത് ഹല്ലേലൂയ ഈ സഹോദരന്മാർ അപ്പൻ്റെ അടുക്കൽ ചെന്ന് പറയുകയാണ്, യോസേപ്പ് ജീവനോടെ ഇരിക്കുന്നു, അവർ മിസ്രയീം ദേശത്തിനൊക്കെയും അധിപതിയാകുന്നു. സ്വപ്നക്കാരൻ വരുന്നു, ഇനി സ്വപ്നക്കാരനെ വെക്കേണ്ട, സ്വപ്നം കാണുന്നവനാണ്. അസൂയപ്പെട്ട് സമാധാനമായി സംസാരിക്കാതെ ഹല്ലേലൂയ പകച്ച് കൈപ്പോടെ നിന്ന സഹോദരന്മാർ ഹല്ലേലൂയ ഒരു കാലത്ത് ഹല്ലേലൂയ ഇല്ലാതെയായി പോയി, ഇനി കാണുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ സഹോദരന്മാർ ഹല്ലേലൂയ യോസേപ്പിൻ്റെ കയ്യിൽ നിന്ന് ധാന്യം വാങ്ങി ഹല്ലേലൂയ യോസേപ്പിൻ്റെ ഹല്ലേലൂയ നന്മകളെ അനുഭവിച്ച് ഹല്ലേലൂയ മുന്നോട്ട് പോയതിന് ശേഷം അപ്പനോട് പറയുകയാണ്, യോസേപ്പ് ജീവനോടെ ഇരിക്കുന്നു. ഹല്ലേലൂയ മരിച്ചുപോയി. വൃക്ഷമായാൽ അതിനെ വെട്ടിയാൽ പ്രത്യാശയുണ്ട്. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്. അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളർക്കും. മരിച്ചുപോയി, ഇല്ലാതെയായി, ഇനിയില്ല എന്ന് പറഞ്ഞ് അതേ സഹോദരന്മാർ പറഞ്ഞപ്പോൾ ആ പിതാവിന് ആ വാക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. അതിൻ്റെ അടുത്ത വാക്യത്തിൽ യോസേപ്പ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവർ അവനോട് പറഞ്ഞു. ഹല്ലേലൂയ അവനെ കയറ്റിക്കൊണ്ടു പോകുവാൻ യോസേപ്പ് അയച്ച രഥങ്ങൾ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിനെ വീണ്ടും ചൈതന്യം വന്നു. ഹല്ലേലൂയ. സഹോദരന്മാർ കളിപ്പിക്കുന്ന തൻ്റെ മക്കൾ പറഞ്ഞ വാക്കുകൾ കേട്ടില്ല. എന്നാൽ യോസേപ്പ് പിതാവിനെ കൂട്ടിക്കൊണ്ട് താൻ എവിടെ ആയിരിക്കുന്നു, ഇത്രയും നാളും കാണുവാൻ കഴിയാതെ വണ്ണം സ്നേഹിച്ച പിതാവിനെ, മറ്റുള്ളവരെക്കാൾ അധികമായി സ്നേഹിച്ച പിതാവിനെ കാണുവാൻ കഴിയാതെ വണ്ണം വ്യാകുലപ്പെട്ടിരുന്ന അവസ്ഥയിൽ താൻ അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ ആ പിതാവിന് ചൈതന്യം വന്നു. സ്തോത്രം. ഹല്ലേലൂയ ഒരു പുനർവാർ ജീവൻ വന്നു. ഹല്ലേലൂയ മരിച്ചുപോയ അനുഭവത്തിൽ, നിരാശയിലും ദുഃഖത്തിലുമായിരുന്ന അനുഭവത്തിൽ നിന്ന് വീണ്ടും ഒരു പ്രത്യാശയുണ്ടായി. സ്തോത്രം.
വീണ്ടും ഒരു പ്രത്യാശ. പലപ്പോഴും നമ്മുടെയും സാഹചര്യങ്ങൾ ഇന്നല്ലേ വിഷയങ്ങളെ കാണുമ്പോൾ നിരാശപ്പെട്ടു പോകുന്നു, ദുഃഖിച്ചു പോകുന്നു. ഹല്ലേലൂയ. വിഷയങ്ങളുടെ മധ്യത്തിൽ ഇനി വിടുതലില്ല, ഇനി മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല, ഇതിൽ നിന്ന് ഹല്ലേലൂയ കരകയറ്റുവാൻ കഴിയുകയില്ല എന്ന സാഹചര്യങ്ങളൊക്കെയും കടന്നു വരുമ്പോൾ ഹല്ലേലൂയ പ്രത്യാശയില്ലാത്തവരായിത്തീരുന്നു. എന്നാൽ സാഹചര്യങ്ങൾക്ക് മാറ്റങ്ങൾ കടന്നു വരുമ്പോൾ പിന്നെയും ഒരു പ്രത്യാശയെ ഒന്നുകൂടെ പുതുക്കിക്കൊണ്ട് ഹല്ലേലൂയ ഒരു ചൈതന്യത്തിലേക്ക് വരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്രകാരം ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ പ്രിയമുള്ളവരെ, ഏതെല്ലാം വിഷയങ്ങളിലൂടെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു, പ്രത്യാശ നഷ്ടപ്പെട്ട അനുഭവമാണോ, ആ പ്രത്യാശ നഷ്ടപ്പെട്ട അനുഭവത്തിൽ നിന്ന് ഒന്ന് പ്രത്യാശയെ പുതുക്കുവാൻ തയ്യാറാകുമ്പോൾ, ആഴത്തുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ തയ്യാറാകുമ്പോൾ അപ്പൻ സ്നേഹിക്കുകയും അപ്പനിൽ നിന്ന് സമ്മാനങ്ങൾ ലഭിക്കുകയും ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. പ്രത്യാശയൊന്ന് പുതുക്കി അപ്പനോടുള്ള ബന്ധത്തിലേക്ക് ഒന്നുകൂടെ ഒന്ന് ആഴത്തിലേക്ക് അടുത്തു വരുവാൻ തയ്യാറാകുമ്പോൾ അപ്പൻ സ്നേഹത്താൽ നിറയ്ക്കും. അപ്പൻ്റെതായ സ്നേഹം അനുഭവിപ്പാൻ കഴിയും. അപ്പൻ്റെതായ സമ്മാനങ്ങളാൽ നിറയപ്പെട്ടതായ അവസ്ഥയുണ്ടാകും. യോസേപ്പ് ഹല്ലേലൂയ തൻ്റെ വാർദ്ധക്യ സമയത്ത് ഹല്ലേലൂയ എല്ലാവരെയും അനുഗ്രഹിച്ചെങ്കിൽ, യാക്കോബ് തൻ്റെ അവസാന സമയത്ത് എല്ലാ മക്കളെ അനുഗ്രഹിച്ചെങ്കിലും യോസേപ്പിനെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹം അതൊരു വ്യത്യസ്ത നിലയുള്ള അനുഗ്രഹമാണ്. ഹല്ലേലൂയ. യോസേപ്പ് ഏതെല്ലാം മേഖലകളിലൂടെ കടന്നു പോയാണ് ഇവിടം വരെ എത്തിയത്. ഹല്ലേലൂയ. മിസ്രയീമിൻ്റെ അധിപതിയായത്. ഹല്ലേലൂയ. പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ കടന്നു പോയപ്പോൾ നിന്നയുടെ സാഹചര്യം, അപമാനത്തിൻ്റെ സാഹചര്യം, ചെയ്യാത്ത തെറ്റിന് കുറ്റക്കാരനായി തീർന്ന സാഹചര്യം, അതുപോലെ തന്നെ ഹല്ലേലൂയ ജയിലിൽ കിടന്ന അവസ്ഥ, ഇങ്ങനെ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോയി ഹല്ലേലൂയ മിസ്രയീമിൻ്റെ അധിപതിയായി തീർന്നു. അപ്പോൾ ഹല്ലേലൂയ അപ്പനായ യാക്കോബിനെ കൊണ്ടുപോകുവാനായിട്ട് രഥങ്ങളെ അയച്ചു. അത് കണ്ടപ്പോൾ ചൈതന്യം വന്നു. ആ യോസേപ്പിൻ്റെ അടുത്തിരിക്കുന്ന അപ്പൻ തൻ്റെ വാർദ്ധക്യ സമയത്ത് ഇപ്രകാരമാണ് അനുഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. യോസേപ്പ് ഫലപ്രദമായൊരു വൃക്ഷം. സ്തോത്രം. നീരിറവിനരികെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ, അതിൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദർശനമുള്ളവനെ, സ്വപ്നമുള്ളവനെ തകർക്കുവാൻ എത്ര മനുഷ്യ ശക്തികളും പൈശാചിക ശക്തികളും ശ്രമിച്ചാലും തകരത്തില്ല. അത് മറിച്ച് പടരുന്നതായ അനുഭവമാണ്. കാരണം എവിടെയാണ് ആയിരിക്കുന്നത്? നീരിറവിനരികെ. സ്തോത്രം. ഹല്ലേലൂയ. വെള്ളത്തിൻ്റെ ഹല്ലേലൂയ ഗന്ധമേൽക്കുമ്പോൾ ഹല്ലേലൂയ വേര് മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്ന വേരിൽ നിന്ന് ഒരു പൊട്ടിക്കിളർപ്പുണ്ടാകുന്നത് പോലെ യോസേപ്പ് നീരിറവിനരികെയായിരുന്നത്. അതുകൊണ്ട് യോസേപ്പിനെ തകർക്കുവാൻ കഴിഞ്ഞില്ല. യോസേപ്പും ദൈവമായുള്ള ബന്ധത്തിൽ യോസേപ്പ് എവിടെ ചെന്നാലും ഹല്ലേലൂയ നീ സത്യസന്ധതയോട് കൂടെയായിരിക്കാൻ യോസേപ്പിനോട് കൂടെ ദൈവം ഉണ്ടായിരുന്നതിനാൽ യോസേപ്പ് അനുഗ്രഹിക്കപ്പെട്ട സാഹചര്യത്തിലേക്ക് മാറ്റപ്പെടുവാനിടയായി തീർന്നു. അതുകൊണ്ടാണ് യിരെമ്യാ പ്രവചനം 17-ാം അധ്യായം 7-8 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നത്: യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ആശ്രയം ആരിലായിരിക്കണം? ഈ ലോകത്തിൽ ഹല്ലേലൂയ എല്ലാവരും ഉണ്ടെങ്കിൽ പോലും നമ്മെ സഹായിപ്പാൻ, നമ്മോട് ഹല്ലേലൂയ സ്നേഹത്തിൽ സംസാരിപ്പാൻ, ഹല്ലേലൂയ എല്ലാ കാര്യങ്ങൾക്കും നമ്മ ചേർന്ന് നിൽക്കുവാൻ എല്ലാവരും ഉണ്ടെങ്കിൽ പോലും പ്രിയമുള്ളവരെ, നമ്മുടെ ആശ്രയം കർത്താവ് തന്നെ ആയിരിക്കണം. ഇവിടെ പറയുന്ന യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കാരണം അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നത്, ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല. അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും ഹല്ലേലൂയ വാട്ടം തട്ടാതെ ഫലം കായ്ച്ചു കൊണ്ടിരിക്കും. സ്തോത്രം. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടത്തില്ല, ഫലം കായ്ക്കുന്ന അനുഭവം. സ്തോത്രം. ഹല്ലേലൂയ. ഒരു വൃക്ഷ ഹല്ലേലൂയ നീരിറവിനരികെ വെള്ളത്തിലേക്ക് ഹല്ലേലൂയ വേരിറങ്ങുന്ന അവസ്ഥ. വെള്ളം വേര് വലിച്ചെടുത്ത് അതിൻ്റെ ഹല്ലേലൂയ കൊമ്പുകളെ ഹല്ലേലൂയ വണ്ണമുള്ളതാക്കി തീർക്കുന്നു. ഏത് പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വന്നാൽ, എത്ര വലിയ കൊടുങ്കാറ്റടിച്ചാൽ, എത്ര വലിയ ഉഷ്ണം കടന്നു വന്നാലും ആ വേര്
ഹല്ലേലൂയ വെള്ളത്തിൽ അരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷമാണെങ്കിൽ വെള്ളത്തിലേക്ക് വേര് പോകുന്നതിനാൽ, നീരുറവിലേക്ക് അതിൻ്റെ വേര് പോയി വെള്ളം വലിച്ചെടുക്കുന്നതിനാൽ അത് ഹല്ലേലൂയ അതിന് ഹല്ലേലൂയ ഉഷ്ണം ഒരു ഹല്ലേലൂയ പ്രശ്നമല്ല. സ്തോത്രം. ഹല്ലേലൂയ വേരൂന്നിയിരിക്കുന്ന വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ പേടിക്കില്ല. ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ അറിയാത്തതായ യാദൃച്ഛ്യമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പേടിക്കാതെ ഇരിക്കണമോ? വേര് വെള്ളത്തിലേക്കായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ നിൽക്കുന്നത് ആറ്റിനരികത്താണെങ്കിലും നീരുറവിനരികിലാണെങ്കിലും വേര് ഹല്ലേലൂയ വെള്ളത്തിലേക്ക് പോകണം. സ്തോത്രം. പരിശുദ്ധാത്മാവാകുന്ന നദിയിലേക്ക് വേരൊന്നിറക്കുവാൻ തയ്യാറാകുമോ? ഹല്ലേലൂയ പരിശുദ്ധാത്മാവാകുന്ന നദിയിലേക്ക് ഒന്നിറങ്ങുവാൻ തയ്യാറാകുമോ? പ്രതികൂലങ്ങൾ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ഭയപ്പെടുവാൻ ഇടയാകയില്ല. പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തുന്ന അനുഭവം ഉണ്ടായിത്തീരും. സ്തോത്രം. ഇവിടെ പറയുന്നത് ഇല പച്ചയായിരിക്കും. ഹല്ലേലൂയ മറ്റുള്ള വൃക്ഷങ്ങളുടെ ഇല ഉണങ്ങുന്ന സാഹചര്യത്തിൽ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷ അതിൻ്റെ വേര് വെള്ളത്തിലേക്ക് പോകുന്നതിനാൽ ഇല പച്ചയായിരിക്കും. ഉണക്കം സംഭവിക്കുകയില്ല. സ്തോത്ര. പലരും പറയും ഉണങ്ങിപ്പോകും, ഇപ്പോൾ നശിച്ചു പോകും, നഷ്ടപ്പെട്ടു പോകും എന്നൊക്കെയും പറഞ്ഞാലും മുൻവിധികൾ എഴുതിയാലും അങ്ങനെ സംഭവിപ്പാൻ അനുവദിക്കാതെ വണ്ണം അല്ലെങ്കിൽ വാട്ടം തട്ടാതെ ഫലം കായ്ക്കുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്ന ദൈവമാണ്. സ്തോത്രം. ഫലം കായ്ക്കണമോ? ഹല്ലേലൂയ ആറ്റരികത്തായിരിക്കണം നട്ടിരിക്കുന്നത്. ഹല്ലേലൂയ വേര് വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന അവസ്ഥയായിരിക്കണം. എങ്കിൽ മാത്രമേ പച്ചയായിരിക്കുവാൻ കഴിയുകയുള്ളൂ. എങ്കിൽ മാത്രമേ ഫലം കായ്ക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഹല്ലേലൂയ യോസേപ്പിനെ പറ്റി പിതാവ് അനുഗ്രഹിക്കുമ്പോൾ പറയുന്നത് ഫലപ്രദമായൊരു വൃക്ഷം. സ്തോത്രം. ഹല്ലേലൂയ ഫലപ്രദമായൊരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം. എവിടെയാണ്? നീര് ഉറവിനരികെയാണ്. ഹല്ലേലൂയ വെള്ളം വറ്റാത്ത അവസ്ഥയാണ്. വില്ലാളികൾ ഹല്ലേലൂയ അവനെ എതിർത്തു വിഷമിപ്പിച്ചു, അവനോട് എതിർത്തു പൊരുതി. ഹല്ലേലൂയ വില്ലാളികൾ എന്ന് പറയുമ്പോൾ സഹോദരന്മാർ സമാധാനത്തോടെ സംസാരിപ്പാൻ ആഗ്രഹിച്ചില്ല, പകച്ചു, ഹല്ലേലൂയ വിഷമിപ്പിച്ചു. എങ്കിലും ഹല്ലേലൂയ അവൻ്റെ വില്ല് ഉറപ്പോടെ നിന്ന് എത്ര തന്നെ വിഷമിപ്പിച്ചപ്പോൾ, പകച്ചപ്പോഴും, അസൂയപ്പെട്ടപ്പോൾ, കൊല്ലുവാൻ പദ്ധതികൾ ഒരുക്കിയപ്പോഴും, ഹല്ലേലൂയ മിസ്രീമെ കച്ചവടക്കാർക്ക് വിറ്റപ്പോൾ കാരാഗ്രഹത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോയെങ്കിൽ യോസേപ്പിന്റെ വില്ല് ഉറപ്പോടെ നിന്നു. സ്തോത്രം. ഹല്ലേലൂയ അവന്റെ ഭുജം യാക്കോബിൻ വല്ലഭന്റെ കയ്യാൽ ബലപ്പെട്ടു. ഇസ്രായേലിന്റെ പാറയായ ഇടയന്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ ദൈവം യോസേപ്പിനോട് കൂടെ ഇരുന്നതിനാൽ ഏതെല്ലാം മേഖലയിലൂടെ പോകേണ്ടി വന്നിട്ടും ഹല്ലേലൂയ അവിടെ പരാജയപ്പെട്ടില്ല. ദൈവം കൂടെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണോ പരാജയപ്പെടുവാൻ അനുവദിക്കില്ല. യോബിൻ്റെ ജീവിതം നമുക്ക് കണ്ടല്ലോ. യോബിന് ദൈവത്താലുള്ള സുരക്ഷ യോബിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഒരു ശത്രുവിനും യോബിനെ തൊടുവാൻ സാഹചര്യം വന്നില്ല. എന്നാൽ ഹല്ലേലൂയ യോബിൻ്റെ മേലുള്ള സുരക്ഷ ഒന്ന് മാറിയപ്പോൾ ശത്രു അവിടെ പ്രവർത്തിക്കുകയും, സ്തോത്രം. ഹല്ലേലൂയ ശത്രു അവിടെ പ്രവർത്തിച്ചപ്പോൾ യോബിന് സകലതും നഷ്ടമായി തീർന്നു. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ അവിടെയും യോബ് പരാജയപ്പെടാതെ എന്തെല്ലാം നഷ്ടങ്ങൾ കടന്നു വന്നു. തൻ്റെ ശരീരത്തിൽ ഹല്ലേലൂയ വേദനകളുടെ അനുഭവം, രോഗത്തിൻ്റെ അനുഭവം, കഷ്ടതയുടെ അനുഭവം, ഇപ്രകാരമുള്ള അനുഭവങ്ങൾ കടന്നു വന്നു. അവിടെയും യോബ് പതറിപ്പോകുവാൻ ഇടയാകാതെ ദൈവത്തിനു വേണ്ടി ഉറച്ചു നിന്നപ്പോൾ യോബ് മറ്റുള്ളവർക്ക് വേണ്ടി, സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അവസ്ഥകളിൽ ഹല്ലേലൂയ ഒരു പ്രതീക്ഷിക്കുവാൻ വകയില്ലാത്ത സാഹചര്യങ്ങളിൽ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിന് ഹല്ലേലൂയ നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി ലഭിച്ചു. സ്തോത്രം. ഹല്ലേലൂയ യോബിന് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി ലഭിച്ചു. യോസേപ്പിനെ പറ്റി നോക്കുമ്പോൾ ഹല്ലേലൂയ ആ മിസ്രീം ദേശത്തിന്റെ അധിപതിയാകുവാൻ ഒരു ചാൻസ് ഇല്ലാത്ത സാഹചര്യത്തിൽ ദൈവ യോസേപ്പിനെ ആ പൊട്ടക്കിണറ്റിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന പോലെ
അതുപോലെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു രാജാവിൻ്റെ പ്രിയനാക്കി മാറ്റി. അപ്പൻ്റെ പ്രിയനായിരുന്നവൻ ഇപ്പോൾ രാജാവിൻ്റെ പ്രിയപ്പെട്ടവനായി തീരുവാനിടയായി തീർന്നു. ദൈവം കൂടെ ഇരിക്കുന്ന വ്യക്തിയാണോ? ഹല്ലേലൂയ. ദൈവം കൂടെ ഇരിക്കുന്ന വ്യക്തിയാണോ? മറ്റുള്ളവർ പറയത്തക്ക നിലയിൽ ദൈവം പ്രവർത്തിക്കുമ്പോൾ ഹല്ലേലൂയ എല്ലാവർക്കും ഹല്ലേലൂയ ആ ദൈവിക നന്മകളാൽ നിറയത്തക്ക നിലയിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, നമ്മോടൊപ്പം ഹല്ലേലൂയ ഈ ലോകത്തുള്ള മനുഷ്യർ ആരുമില്ലെങ്കിൽ പോലും ദൈവം കൂടെ ഇരിക്കണം. ദൈവം കൂടെ ഇരിക്കുമ്പോൾ സ്ഥിതികൾക്ക് മാറ്റങ്ങളുണ്ടാകും. ദൈവിക സമാധാനത്താൽ നിറയുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകാം. ഹല്ലേലൂയ, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് യോസേപ്പിനെ പോലെ നമുക്ക് മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, സ്ഥിതികൾ എപ്രകാരമാണ്, ഹല്ലേലൂയ എന്താണ് അവസ്ഥകളിലൂടെ കടന്നു പോകുന്നത്, ഒരു ദൈവപ്രവൃത്തിക്കായി ഒന്ന് ഏൽപ്പിക്കും തയ്യാറാകുമോ? ദൈവം കൂടെ ഇരുന്ന് വഴി നടത്തും. ഹല്ലേലൂയ. ദൈവം ഉത്തമമായ പ്രവൃത്തികളെ നൽകി തന്ന് മാനിക്കും. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടുകയില്ല. അതിൻ്റെ ഇല പച്ചയായിരിക്കും. ഹല്ലേലൂയ. ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അപ്രകാരമുള്ള അനുഭവത്തിലേക്ക് പോകത്തക്ക നിലയിൽ ദൈവം പ്രവർത്തിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൻ്റെ അവസാന സമയത്ത് പറയുകയാണ്, എല്ലാവരും അവനെ വിഷമിപ്പിച്ചു, എങ്കിലും അവൻ്റെ വില്ല് ഹല്ലേലൂയ താഴെ നിലത്ത് വീണില്ല. ഹല്ലേലൂയ, അവൻ ഹല്ലേലൂയ ഉറച്ചു നിൽക്കുവാനിടയായി തീർന്നു. ഈ ദിവസങ്ങൾ നമുക്കും ഹല്ലേലൂയ എന്തെല്ലാം സാഹചര്യങ്ങൾ മാറി മറിഞ്ഞു വന്നാൽ ഉറപ്പോടെ ധൈര്യത്തോടെ നിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, മനോഹരമായ വൈകിയ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കേൾപ്പിക്കപ്പെട്ട നല്ല ആലോചനകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, നഷ്ടപ്പെട്ടതിനെ ഇരട്ടിയായി തരുവാൻ കഴിവുള്ള കർത്താവ്. ഹല്ലേലൂയ, കുറ്റി ഹല്ലേലൂയ മണ്ണിൽ കെട്ടുപോയാലും ഹല്ലേലൂയ വെള്ളത്തിൻ്റെ ഗന്ധമടിക്കുമ്പോൾ വേരിൽ നിന്ന് ഒരു പൊട്ടിക്കിളിർപ്പുള്ളതുപോലെ കർത്താവെ, ഈ പ്രിയമുള്ളവർ ഒരു പൊട്ടിക്കിളിർപ്പുണ്ടാകേണ്ടതിന്, ഇന്നത്തെ സാഹചര്യങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകേണ്ടതിന്, ദൈവിക നന്മകളാൽ അനുഗ്രഹങ്ങളാൽ നിറയേണ്ടതിന്, ദൈവിക സമാധാനവരിൽ വ്യാപരിക്കേണ്ടതിന് അങ്ങയുടെ കരം ചലിക്കുമാറാകണമേ. രോഗികളായി ഭാരപ്പെടുന്ന എല്ലാ പ്രിയ മക്കൾ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആ കുഞ്ഞുങ്ങൾ രോഗികളാണെന്ന് പറഞ്ഞ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ സഹോദരിയുടെ മക്കൾ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആ സൗഖ്യത്തിൻ്റെ കരം ചലിക്കുമാറാകണം. ആ ഭവനത്തിൻ്റെ അകത്ത് വിടുതൽ വെളിപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. വചനം കേട്ട് ഓരോ മക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇവരുടെ സകല പ്രശ്നങ്ങളിൽ നിന്ന് വിടുതലുണ്ടാകണം. ദൈവമായുള്ള ബന്ധത്തിൽ മുന്നേറുവാൻ കൂടെ ഇരിക്കണം. അപ്പൻ ഇവരോട് കൂടെ ഇരുന്ന് ഇവരെ സഹായിക്കുകയും വഴി നടത്തുകയും ചെയ്യണമേ. അങ്ങയുടെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്തൃദാസി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പുതുവർഷം കർത്തൃദാസിയുടെ ജീവിതത്തിൽ പുതിയ നന്മകളാൽ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണം. അനർത്ഥം വസനമായി തീരുവാനിടയാകരുത്. ആപത്തനർത്ഥങ്ങളിൽ നിന്ന് രോഗദുഃഖാദികളിൽ നിന്ന് വിടുവിച്ച് ക്ഷേമത്തോടെ സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ ബലത്തോടെ ഓരോ ദിവസവും മുന്നേറുവാനുള്ള കൃപ നിന്റെ മകൾക്ക് ധാരാളമായി പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അങ്ങയുടെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി നിന്റെ മകളെ ഏൽപ്പിക്കുന്നു. ഈ റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിനെ ഏൽപ്പിക്കുന്നു. വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടണം. അടിയിലെ സമ്പൂർണ്ണമായി അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയായിട്ടിരിക്കാതെ സ്തുതി യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ദൈവത്താലുള്ള സുരക്ഷയെ പ്രാപിച്ചുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവിക നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിപ്പാനിടയായി തീരും. ഈ ദിവസങ്ങൾ ദൈവിക നന്മകൾ അനുഗ്രഹങ്ങളെ പ്രാപിച്ച് ദൈവത്തിൻ്റെ സാക്ഷിയാകുവാൻ ദൈവം ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവ അവസരമൊരുക്കി തന്ന കർത്തൃദാസിയോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.